ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പിൽഗ്രിമേജിനായിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് 3 പള്ളികൾ കാണാനായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമില്ല, അടുത്ത ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ദൂരമുള്ള അടുത്തടുത്തായിട്ടുള്ള പള്ളികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ 8:30 ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള സ്കൂൾ ബസ്സിന് ഞങ്ങളെല്ലാവരും പുറപ്പെട്ടു. അപ്പോൾ ഇന്ന് അംബേദ്കർ ജയന്തി ആയിരുന്നു. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈസ്റ്ററിന് മുൻപായിട്ടാണ്, അംബേദ്കർ ജയന്തിയുടെ അന്ന്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് റാലി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ലോങ് റാലി നമുക്ക് കാണാം. വഴിയിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏറ്റവും ആദ്യം ഞങ്ങൾ പോകുന്നത് പാതിരി ബജാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ സെന്റ് മേരീസ് ചർച്ച് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത്. പാതിരി ബജാർ എന്ന് പറയുന്ന സ്ഥലം ഗോരഖ്പൂരുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞൊരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 40 പേരോളം ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഞങ്ങളങ്ങനെ ഒരുമിച്ച് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞാൽ പിന്നെ ആരാധന നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് കുമ്പസാരിക്കേണ്ടവർക്കെല്ലാം കുമ്പസാരിക്കാൻ ഞങ്ങൾ ഈസ്റ്ററിന് മുൻപായിട്ട് പോയതുകൊണ്ട് തന്നെ കുമ്പസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വൈകിട്ടാട്ടോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തിരക്കായതുകൊണ്ടാണ്, എഡിറ്റ് ചെയ്യാനും നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ വണ്ടിയിൽ എൻജോയ് ചെയ്ത് പോകണം. അങ്ങനെ ബസ്സിൽ എല്ലാവരും മാതാവിൻ്റെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പാതിരി ബജാറിൽ എത്തിയിട്ടോ, സെന്റ് മേരീസ് ചർച്ചിലേക്ക് എത്തി. അപ്പോൾ ഈ കണ്ടതാണ് കേട്ടോ പള്ളി. അപ്പോൾ അങ്ങനെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുർബാനയും കുമ്പസാരവും അതുപോലെ തന്നെ ആരാധന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പേഴ്സണൽ പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടുന്ന് ചായയും വെള്ളമൊക്കെ ആയിട്ട് റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ മാതാവിൻ്റെ നല്ലൊരു ഗ്രോട്ടോ കണ്ടു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പല പല ഗ്രൂപ്പൊക്കെ ആയിട്ട് നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഗ്രോട്ടോയുടെ അടുത്ത് നിന്ന്. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ അഞ്ജലി ടീമും അവരുടെ ടീമും പിന്നെ ഞങ്ങളുടെ ടീമും ഒക്കെ ആയിട്ട് പല പല ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഞങ്ങളിവിടെ കാണാൻ വന്നിരിക്കുന്ന ഈ ചർച്ച് എന്ന് പറയുന്നത് സെന്റ് മേരീസ് ചർച്ച് നല്ല ബ്യൂട്ടിഫുൾ ചർച്ച് ആട്ടോ. ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ പള്ളിയുടെ ഉള്ളിലത്തെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും പുറത്തുനിന്നുള്ള വ്യൂ ആയാലും കാണാൻ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്കായാലും ഇവിടെ വീഡിയോയിൽ കാണാമല്ലോ പള്ളിയുടെ ഔട്ട്സൈഡ് ഉള്ള ഒരു വ്യൂ ഒക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അഞ്ജുവിൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോയും അതുപോലെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഗ്രോട്ടോയുടെ അടുത്ത് നിന്ന്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായിട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് നമുക്ക് ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായി. അപ്പോൾ നമ്മുടെ ബസ്സിലേക്ക് എല്ലാവരും വേഗം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈം പറഞ്ഞപ്പോൾ ആ ടൈമിന് എല്ലാവർക്കും തിരിച്ച് കയറുള്ളൂ. അപ്പോൾ അങ്ങനെ കയറണം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ബസ്സിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. Bother me, 'cause with eyes that's been through life, it's so much easier to see who I am and who I wanna be. No getting old, don't bother me. ഇനി നമുക്ക് ഇവിടുന്ന് 2.5 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. 2.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെന്റ് മേരീസ് ആശ്രം മിട്ടോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ എണീറ്റ് നിന്നൊക്കെ കാലുവേദനയൊക്കെ ഉള്ളവരൊക്കെ കാലുവേദന മാറ്റാനൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ എണീറ്റൊക്കെ നിന്ന് പിന്നെ ഇരുന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ പോയത്. അപ്പോൾ ഇപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾ അന്ന് ആ ദിവസം പലപ്പോഴായിട്ട് അംബേദ്കർ ജയന്തി കാരണം റാലി റോഡിൻ്റെ പല ഭാഗത്തും ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. വഴിയിൽ പല സ്ഥലത്തും ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റാലി കാരണം. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം സെന്റ് മേരീസ് ആശ്രമിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇന്ന് ലഞ്ച് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് കേട്ടോ സെന്റ് മേരീസ് ആശ്രം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മിട്ടോര.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ ചെന്നപ്പോൾ തന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവർക്കും നല്ല ദാഹം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആവശ്യം നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ പള്ളിയകത്തേക്ക് പോയി പള്ളി കാണാനും അതുപോലെ പള്ളിയിൽ കയറിയിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് कृपा पूर्ण प्रभु तेरे साथ है धन्य तू स्त्रियों में और धन्य तेरे गर्भ का फल यीशु हे सब मरिया. ഇത് പുതുതായിട്ട് പണിതിരിക്കുന്ന ഒരു പള്ളി കേട്ടോ, മാതാവിന്റെ പള്ളി. അപ്പൊ പള്ളിയുടെ ഉൾവശവും പുറംവശവും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആയാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പള്ളിയകത്തിരുന്ന് കരുണക്കൊന്തയൊക്കെ ചൊല്ലി കേട്ടോ, ഹിന്ദിയിൽ കരുണക്കൊന്ത ചൊല്ലി. അതുപോലെ തന്നെ കുറച്ച് സമയം പേഴ്സണൽ പ്രെയർ കാര്യങ്ങളെല്ലാം നടത്തി. പിന്നെ അച്ഛനൊക്കെ ആയാലും പള്ളിയെക്കുറിച്ചൊക്കെ കുറച്ച് സമയമൊക്കെ നമ്മളോട് സംസാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന അച്ഛനും അതുപോലെ ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് ആയാലും, ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് ആണ്. അപ്പോൾ പാരിഷ് പ്രീസ്റ്റ് ആയാലും കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയ ഫുൾ ഗ്രൂപ്പ് അതുപോലെ തന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ പള്ളിയകത്ത് തന്നെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. Even if I'm falling down, I will keep on searching for my highs. You can say I lost my... അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ അച്ഛനോട് ലഞ്ചെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പുറത്ത് തന്നെ ചെയേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ എടുത്ത് ചെയർമൊക്കെ ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവിടെയുള്ള അച്ഛനും സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ അവിടെയൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അച്ഛൻ അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ചായയൊക്കെ റെഡി ആക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയും പിന്നെ കൂൾ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് കൂൾ ഡ്രിങ്ക്സ്, കുട്ടികളൊക്കെ കൂൾ ഡ്രിങ്ക്സ് എടുത്തത്. അപ്പോൾ അവരതൊക്കെ കുടിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ്സിലേക്ക് കയറാൻ പോകണം. ഇവിടെ ഇവർക്ക് സ്കൂളും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ മുൻപ് ഒരിക്കൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം നമ്മൾ രണ്ടാമതായിട്ട് കാണാൻ വരുന്നത് കേട്ടോ. പക്ഷെ അന്ന് ഈ പള്ളിയൊന്നും പണിതിട്ടുണ്ടായിരുന്നില്ല. പള്ളിയൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോഴാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് പള്ളി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയും വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഹോസ്റ്റലിലെ ടീച്ചേഴ്സും അതുപോലെ അഞ്ജുവും അഞ്ജുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അവരൊരുമിച്ച് ഇവിടെ റീൽസ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ കിട്ടിയ ചാൻസ് കളഞ്ഞില്ല. ഞങ്ങളവിടെ അടുത്ത് തന്നെ നിന്ന് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. അങ്ങനെ അച്ഛനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതും ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ദൂരം യാത്രയുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കായിട്ട് നമ്മളിനി പോകണം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് കമ്പിയാർഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ ഒരു പള്ളി എന്ന് പറയുന്നത് ശാന്തിവൻ ആശ്രമം എന്നാണ് അവിടുത്തെ ആ സ്ഥലത്തിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പള്ളി കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുരിശിന്റെ വഴി ചെല്ലണം എന്നാണ് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈസ്റ്ററിന്റെ ആ ഒരു മുൻപത്തെ ആഴ്ചയിലാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോളി വീക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലാമെന്നും പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്ത് കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശാന്തിവൻ ആശ്രമിൽ എത്തിയിട്ടോ. അപ്പോൾ അത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. അപ്പോൾ നമ്മളിത് ആ പള്ളിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വൈകുന്നേരം ടൈമിൽ നമ്മൾ എത്തിയ സമയത്ത് രാത്രിയായ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടോ പള്ളി. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതാ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പള്ളിയകത്ത് പോയി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും പള്ളിക്കുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് 2 സൈഡുകളിലും 14 സ്ഥലവും സ്റ്റാച്ചു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ഈവനിങ് ടൈമിൽ ആ ഗോൾഡൻ കളറിലുള്ള സ്റ്റാച്യൂസൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് അങ്ങനെ
പള്ളിക്കുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പള്ളിയിൽ ചെന്ന് നമ്മൾ ഇത്തിരി സമയം പേഴ്സണൽ പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ കുരിശിൻ്റെ വഴി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് 14 സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം കേട്ടോ. सब सहा नहीं कौन से कष्ट उठाए आराधना हम धन्य तुझको मानते क्रूस पर दे प्राण अपना जगत को तुमने बचाया. അങ്ങനെ അവിടുന്ന് പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോരണം. അപ്പോൾ തിരിച്ചു പോരുന്നതിന് മുൻപ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെയാട്ടോ നമ്മൾ പോരുന്നത്. അപ്പോഴേക്കും നല്ല സന്ധ്യയായി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ക്ലാസ്സും കൂടി ഉള്ളതാണ്. എന്തായാലും ഞങ്ങൾ 10 മണിയോട് കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ ആർക്കും മടുപ്പൊന്നും തോന്നിയില്ല. യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.